നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. നഗുരോരധികം തത്വം നഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികൾ പഠിച്ചത്, ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോഴോ മരിച്ച് പരലോകത്തേക്ക് പോകുമ്പോഴോ നമുക്കാരും കൂടെ ഉണ്ടാകുന്നില്ല. പിന്നീടാണ്, ഭൂമിയിൽ ജനിച്ചതിന് ശേഷമാണ് നമുക്ക് സഹോദരങ്ങൾ അങ്ങനെയുള്ള ബന്ധുക്കളെല്ലാം ഉണ്ടാകുന്നത് എന്നും, അങ്ങനെ സ്വല്പകാലത്തേക്ക് മാത്രമുള്ള ഈ ജീവിതത്തിൽ നാം എന്തിനാണ് മത്സരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികൾ. തുടർന്നുള്ള വരികൾ നമുക്ക് നോക്കാം. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം, മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ കദ്യോതത്തെയോ മാനിച്ചു കൊള്ളുന്നു. ഇവിടെ ഭക്തകവി പൂന്താനം ചോദിക്കുന്നത്, സാരമായ പുരുഷാർത്ഥം മോക്ഷം ആണെന്നിരിക്കെ ഭൗതികമായ വെറും സമ്പത്താകുന്ന അർത്ഥത്തിന് വേണ്ടി എന്തിനാണ് കൊതിക്കുന്നത്, എന്തിനാണെന്നാണ് കവി ചോദിക്കുന്നത്. മധ്യാഹ്ന സമയത്തെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ ആരെങ്കിലും കണക്കിലെടുക്കാറുണ്ടോ എന്നാണ്. പുരുഷാർത്ഥങ്ങൾ 4 ഉണ്ടെങ്കിലും അവയിലെ അർത്ഥവത്തായ പുരുഷാർത്ഥം മോക്ഷമാണ്. എന്നിരിക്കെ ധനത്തിന് വേണ്ടി എന്തിനാണ് ആർത്തി കാണിക്കുന്നത്, കവി ചോദിക്കുകയാണ്. ജീവിത സന്ധാരണത്തിന് ധനം ആവശ്യമാണ്. ധനമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ശരി തന്നെയാണ്. എന്നാൽ ധനസമ്പാദനത്തിന് വേണ്ടി അത്യാഗ്രഹം കാണിക്കുകയോ ധനമാണ് ഏറ്റവും മഹത്തായ പുരുഷാർത്ഥം എന്ന് കരുതി അതിനെ തന്നെ ഉപാസിക്കുകയോ ചെയ്യരുത്. മിന്നാമിനുങ്ങൊരു നേരിയ വെളിച്ചം മാത്രമാണ് ഉള്ളതെങ്കിലും അത് നട്ടുച്ചയ്ക്ക് സൂര്യൻ പ്രകാശിക്കുമ്പോൾ തീരെ കാണാൻ പറ്റുകയില്ല. മിന്നുന്ന സൂര്യൻ വിളങ്ങുന്ന നേരത്ത് മിന്നാമിനുങ്ങിന് ശോഭയുണ്ടോ എന്ന് പഴമൊഴിയുണ്ട്. മിന്നുന്ന സൂര്യൻ വിളങ്ങുന്ന നേരത്തെ മിന്നാമിനുങ്ങിന് ശോഭയുണ്ടോ? ധനത്തിനെ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിനോടും മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തെ മധ്യാഹ്ന സൂര്യനോടും ഉപമിച്ചിരിക്കുകയാണ്. ധനം സമ്പാദിക്കുന്നത് ധനം നമുക്ക് ആവശ്യമാണെങ്കിലും ധനസമ്പാദനത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കരുതെന്നും, സാരമായ നമ്മുടെ മോക്ഷമാണ് നമുക്ക് ആവശ്യം, സൂര്യൻ്റെ വെളിച്ചമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ മിന്നാമിനുങ്ങിനെ എന്തിനാണ് കാണുന്നത്? മിന്നാമിനുങ്ങിനെ ധനമായിട്ടും സൂര്യൻ്റെ വെളിച്ചത്തിനെ, മധ്യാഹ്ന സൂര്യനെ മോക്ഷമായിട്ടും, സാരമായ ആ മോക്ഷമായിട്ടും ഉപമിച്ചിരിക്കുകയാണ് കവി. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ആ കവിയുടെ ഉപമ വളരെ മനോഹരമായിരിക്കുന്നു. മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തെ മധ്യാഹ്ന സൂര്യനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഗുരുപാദാരം എന്തെങ്കിലും സമർപ്പിക്കുന്നു. ഏവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണമായൊരു ദിവസത്തിന് വേണ്ടി, ഐശ്വര്യപൂർണമായൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭ സുദിനം.